നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. സർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഓരോ പരാമർശങ്ങളും പ്രസ്താവനകളും. തന്റെ നിലപാടിൽ നിന്നും അണ്ണുവിട മാറാതെ ഒരുപക്ഷെ ഒരു ശത്രുവിനെ പോലെ കാണുകയായിരുന്നു വി ഡി സതീശൻ. പക്ഷെ ഞാൻ ഈ കുറച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വി ഡി സതീശന്റെ ഒരു ക്ലിപ്പ് കണ്ടു. ഒരു BJP-കാരന് യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കാമെന്ന് കരുതണ്ട, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മാത്രമല്ല കേരളത്തിൽ ഉടനീളം പോകും എന്നുള്ളൊരു വീഡിയോയുടെ ചെറിയ കട്ടിങ് ഞാൻ കണ്ടു. ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് ആദ്യം അന്താളിപ്പാണ് ഉണ്ടത്, സത്യമാണോ എന്നുള്ളത്. കാരണം മറ്റൊരു ചാനലും അത് എടുത്തതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അവിടെ ഒരു അയവ് വന്നു എന്നുള്ളതാണ്. ചില തിരിച്ചറിവുകൾ വി ഡി സതീശൻ വന്നു എന്ന് വേണം കരുതാൻ. ഇതൊരു ആധികാരികമായ ഒരു പ്രയോഗമായി മനസ്സറിഞ്ഞ് പറഞ്ഞതാണ് എങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായി ശ്രീ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്. കാരണം ഒരു നല്ല നേതാവിൻ്റെ ലക്ഷണം ഈ പബ്ലിക് മൂഡ് എങ്ങനെയാണ് അതനുസരിച്ച് പ്രതികരിക്കാൻ കഴിയുക, അതേസമയം തൻ്റെ അടിസ്ഥാന നിലപാടിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവാതിരിക്കുക. ഇവിടെ ഒരു വൈതരണിയിലാണ് ശ്രീ വി ഡി സതീശൻ. തൻ്റെ അടിസ്ഥാന നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തു നിർത്തണം, അദ്ദേഹം പൂർണ്ണമായി കുറ്റവിമുക്തി നേടിയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരനായി പരിഗണിക്കൂ എന്ന ഒരു നിലപാട് ഇപ്പോൾ മയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സതീശൻ്റെ ഒരു USP എന്ന് പറയുന്നത് കടുകിട അണുവിട മാറാത്ത കട്ട നിലപാടാണ്. അത് നമ്മൾ കണ്ടതാണ് പല ആവർത്തി. ഇക്കാര്യത്തിൽ നമ്മൾ കണ്ടു. പക്ഷെ അവിടെ അതിൽ വെള്ളം ചേർക്കുന്നുവോ, ഇത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അത് മാത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്കാഗാന്ധി, രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാടുണ്ട്. സോണിയാഗാന്ധി ഉൾപ്പെടെ വയനാട് എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുമെന്നുള്ള ഇതിവൃത്തങ്ങൾ പറയുന്നു. മാത്രമല്ല കുറച്ചുകൂടി കേരളം പിടിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ദേശീയ നേതൃത്വത്തിന്റെ ചില തീരുമാനങ്ങൾ ഒരു പക്ഷേ KPCC അറിയിച്ചിട്ടുണ്ടായിരിക്കാം. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം സുനിൽ കനകകുലം, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന് തന്നെ പറയാം, അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങൾ 60 സീറ്റിന് പുറത്ത് നിഷ്പ്രയാസം കിട്ടും എന്നുള്ളതും ചില മുതിർന്ന പ്രവർത്തകരെ, മുതിർന്ന നേതാക്കളെ മുൻനിരയിൽ നിർത്തി കളിക്കണമെന്നും യുവ നേതാക്കളെയും താരപരിവേഷമുള്ളവരെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അണിനിരത്തണമെന്നും അദ്ദേഹം പറയുന്നു. യുവ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, താരപരിവേഷമുള്ള ആളുകൾ, ഇതൊരു അസോർട്ട്മെന്റ് ആണ്. എപ്പോഴും ഈ പ്രോഡക്റ്റ് മിക്സ് ശരിയാകണം. സ്ഥാനാർത്ഥി നിർണയം കൃത്യമായി നടക്കുകയാണെങ്കിലും, ചിട്ടയായ പ്രവർത്തനം നടക്കുകയാണെങ്കിലും സ്വാഭാവികമായി ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രയോജനം UDF മുന്നണിക്ക് ലഭിക്കും, കോൺഗ്രസിന് ലഭിക്കും. അങ്ങനെയാണ് ശ്രീ കനകോലു 60ന്റെ നമ്പറിലേക്ക് എത്തുന്നത്. 60 എന്നതൊരു മാജിക് നമ്പർ ഒന്നുമല്ല, 71 സീറ്റുകൾ ഉണ്ടാവണം. എങ്ങനെ നോക്കിയാലും കോൺഗ്രസിന് പരാജയപ്പെടാനാവാത്ത, UDFന് പരാജയപ്പെടാനാവാത്ത 60 സീറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഫൈറ്റിംഗ് ചാൻസുള്ള 20 പരം സീറ്റുകൾ തീർച്ചയായും കാണുമല്ലോ. അതിൽ പകുതിയിലധികം പിടിച്ചാൽ വലിയ കഷ്ടപ്പാടില്ലാതെ UDFന് ജയിച്ചു വരാനാവും, പ്രൊവൈഡഡ് ലോക്സഭയിലെ ഒരു പ്രധാനപ്പെട്ട മുഖങ്ങൾ പലതും. ഇപ്പം അടൂർ പ്രകാശ് ഒരു പ്രധാന മുഖമാണ്. അടൂർ പ്രകാശ് നിന്നാൽ ഒരു പക്ഷേ കോന്നി മണ്ഡലം പിടിച്ചെടുക്കാനാവും, അല്ല എങ്കിൽ അത് ഇടതുപക്ഷത്തിന് പോയേക്കാം. അതുപോലെ പല മണ്ഡലങ്ങളും അതുപോലെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. ബെന്നി ബെഹനാൻ മത്സരിക്കുന്ന ചാലക്കുടി മണ്ഡലം. ചില മുതിർന്ന നേതാക്കൾ, മുതിർന്ന MPമാർ സഹിതം ഇത്തരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവര് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളൊരു ശരിയാണ് എന്നുള്ളത് അത് പിന്നെ ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹം ഉറപ്പായിട്ടുണ്ടാവും. MP-ക്ക് വലിയ സ്ഥാനമൊന്നുമില്ല, പ്രതിപക്ഷത്തിന് 4 വർഷം കൂടി ഇരിക്കാമെന്നല്ലാതെ. ഭരണപക്ഷമായി കോൺഗ്രസ് UDF മാറുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം മാടി വിളിക്കുന്നു തന്നെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് MPമാർ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ചില MPമാരുടെ പേര് ഞാൻ പറയാം. ഒന്ന് അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റണി, ബെന്നി ബെഹനാൻ, ഒരുപക്ഷെ MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, MP K സുധാകരൻ, ഇത്ര പേര് വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ചില UDFന്റെ 18 MPമാർ, ഈ 18 പേരും മന്ത്രിസ്ഥാനത്തിന് യോജിച്ചവർ തന്നെയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നാട്ടുകാർ കൂടുതൽ വിശ്വസിക്കുന്നുണ്ടോ എന്നത് മറ്റൊരു കാര്യം. പക്ഷേ അവർക്കൊരു നിയമസഭയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏതായാലും MP എന്ന നിലയിൽ മുന്നോട്ട് പോകാം.
പാർലമെന്ററി കമ്മിറ്റികളിൽ അംഗത്വം ലഭിക്കും. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗത്വം ലഭിക്കില്ലല്ലോ, അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട്. എന്നാൽ കേരളത്തിൽ ഇവർ അനിവാര്യരാണ് എന്ന് തോന്നിയാൽ മത്സരിച്ചാൽ മിക്കവരും ജയിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അതിനൊരു വലിയ അപകടമുണ്ട്. ഇതേ MP സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ സാധിക്കും UDFന്? പ്രത്യേകിച്ച് അടൂർ പ്രകാശ് മത്സരിച്ച് ജയിച്ച ആറ്റിങ്ങൽ മണ്ഡലം കടുത്ത ഇടതുപക്ഷ മണ്ഡലമാണ്. അടൂർ പ്രകാശിന് പകരം മറ്റൊരാളെ UDF നിർത്തിയാൽ അവിടെ വിജയിക്കാനാവില്ല എന്ന് UDFനറിയാം. അപ്പം ഇതൊക്കെയാണ് വിഷയം. ആവുമെന്നതൊരു പ്രതീക്ഷ മാത്രമാണ്, പക്ഷേ ആവില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം നടത്തില്ല. അതുകൊണ്ടാവാം ശ്രീ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി 3 പേരും വയനാടിൻ്റെ മണ്ണിലുള്ളപ്പോൾ ഒരുപക്ഷെ VD സതീശനുമായും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമായും അനൗപചാരികമായിട്ടെങ്കിലും കൂടിക്കാഴ്ചയിൽ പറഞ്ഞു കാണാം, താരപരിവേഷമുള്ള യുവ നേതാക്കളെ അണിനിരത്തണം. അതിലൊരാൾ കൃത്യമായി ഷാഫി പറമ്പിലാണ്, മറ്റൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കളങ്കിതൻ എങ്കിലും അദ്ദേഹത്തെ പൂർണ്ണമായി പടിയടച്ച് പിണ്ടം വെക്കുന്നത് ഇപ്പോൾ ബുദ്ധിയല്ല എന്ന ഒരു മെസ്സേജ് ഉറപ്പായി പോയി കാണും. അല്ല എങ്കിൽ എങ്ങനെയാണ് VD സതീശൻ വഴക്കം പറയുക? ഇത് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അങ്ങനെ ചേർത്ത് വായിച്ചാൽ VD സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, സാമാന്യം തീവ്രമായ ഒരു വികാരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോകും, എല്ലായിടത്തും പോകും, കേരളത്തിലെല്ലാം അദ്ദേഹം സഞ്ചരിക്കും, ഞങ്ങൾ സംരക്ഷണം നൽകും. കോൺഗ്രസ്സുകാരനല്ലാത്ത, നിലവിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA സ്ഥാനത്ത് കോൺഗ്രസ് അംഗീകരിക്കാത്ത, കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് കക്ഷിയിൽ അംഗമല്ലാത്ത, യൂത്ത് കോൺഗ്രസ് നേതാവല്ലാത്ത, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലിന് ഏത് കപ്പാസിറ്റിയിലാണ് VD സതീശൻ സംരക്ഷണം ഒരുക്കുമെന്ന് പറയുന്നത്? അത് മനസ്സിലാവുന്നില്ല. അതിനർത്ഥം രാഹുൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് അത്ര വലിയ ബാധ്യതയാവില്ല കോൺഗ്രസിന് എന്ന വിചിന്തനം. അതൊരു പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കളെ പലരെയും ഭരിക്കുന്നു. അവരെല്ലാം VD സതീശനെതിരെ നിൽക്കുന്നു. ഇവരെല്ലാം ചേർന്ന് തൻ്റെ മുഖ്യമന്ത്രി പദം ഒരു പക്ഷേ പത്തായപ്പുറത്ത് വെച്ച് പൂട്ടും എന്ന ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് കറന്റിനോടൊപ്പം നിൽക്കുക, ഓടുന്ന പട്ടിക്ക് വരുമ്പോഴും മുന്നേ ഇറങ്ങി നിൽക്കുക, ഇതാവാം ഒരു പക്ഷേ VD സതീശന്റെ ചിന്ത ആയിരിക്കാം. അതിനപ്പുറം VD സതീശൻ ചിന്തിച്ചതിനേക്കാളും അപ്പുറം നമുക്കറിയാം, ഒരു KC വേണുഗോപാൽ പക്ഷത്തോട്ട് രാഹുൽ പോയപ്പോഴേക്കും ഒരു പക്ഷേ ദേശീയ നേതൃത്വത്തിൽ രാഹുലിന്റെ ചില സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട KC വേണുഗോപാൽ വഴിയുള്ള ചില ബന്ധങ്ങൾ ഒരു പക്ഷേ രാഹുലിനെ വീണ്ടും കേരളത്തിൽ തന്നെ നല്ലൊരു സ്ഥാനത്തേക്ക് നിലയുറപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഇവര് ഇപ്പൊ ഈ കേരളത്തിലെ ഈ പെൺവിഷയമൊന്നും അവിടെ ഒന്നും വലിയ പ്രാധാന്യമില്ല. അവിടെ ഇത് നിസ്സാരവൽക്കരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ കേരളത്തിൽ അത് ഒരുപക്ഷെ രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കുമോ ഒരുപക്ഷെ ഈ ഗാന്ധിമാർ ഒരു അഭിപ്രായം പൊതുവെ പറയാൻ സാധ്യതയില്ല. അവർ അഭിപ്രായം പറയുന്നുണ്ട് എങ്കിൽ അത് KC വേണുഗോപാലിനോടാകാനാണ് സാധ്യത. അല്ലെങ്കിൽ VD സതീശനോട് നേരിട്ട് പറഞ്ഞേക്കാം. നിങ്ങൾ കേരളത്തിൻ്റെ നേതാക്കൾ ചേർന്ന് തീരുമാനിക്കുന്നു എന്ന ഒരു പ്രതീതിയെ ഉണ്ടാകാവൂ. കൈവിട്ടു പോകുന്നു എങ്കിൽ ഞങ്ങൾ ഹൈക്കമാൻഡ് എന്ന നിലയിൽ ഗാന്ധിമാർ അത് പറയും, അല്ലെങ്കിൽ ഗാന്ധി നെഹ്റു ഫാമിലിയിൽ നിന്നുകൊണ്ട് ഞങ്ങളത് പറയും. ഇതായിരിക്കാം നിലപാട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത നിലപാടും ഹൈക്കമാൻഡ് നിലപാടല്ല. ആവർത്തിച്ച് VD സതീശൻ പറയുന്നത് കേരളത്തിലെ നേതാക്കളോട് ഹൈക്കമാൻഡ് പറഞ്ഞു, നിങ്ങൾ കളക്റ്റീവായി ഒരു തീരുമാനമെടുക്കുക. അത് പറയാൻ നിയോഗിക്കപ്പെട്ട ഹതഭാഗ്യൻ മാത്രമാണ് VD സതീശൻ. അതുകൊണ്ട് നിങ്ങളെല്ലാം ചേർന്ന് എന്നെ ക്രൂശിക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് VD സതീശൻ. അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചിട്ടും അനക്കമില്ലാത്തതുകൊണ്ട് എന്നാൽ ശരി, ഞാൻ സ്വല്പം മാറ്റി പറയുന്നു, ഇതാവാം ഒരുപക്ഷെ. അതിന്റെ മനഃശാസ്ത്രം അങ്ങനെയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ ആദ്യം തന്നെ തൊടുത്തുവിട്ട രാഹുൽ വിഷയം നെഗറ്റീവായിട്ട് തന്നെ തൊടുത്തുവിട്ടത് കോൺഗ്രസ് തന്നെയാണ്. ആ ഒരു തൊടുത്തുവിട്ട ആയുധം തിരിച്ച് അവർക്ക് KPCCയിൽ വന്ന് പതിച്ചിരിക്കുകയാണ്. ഇനി അവർ വീണ്ടും തീരുമാനമെടുക്കേണ്ടുന്ന അവസ്ഥയുണ്ട്. ഒരു പുനർചിന്തനം അവിടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ചിന്തനത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ തമ്മിലടിക്കാതെ, കാരണം ഒരുപക്ഷെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് കേരളം പിടിക്കണം. കാരണം കേരളത്തിൽ BJP ഒരുപക്ഷെ തൃശ്ശൂർ താമര വിരിയിച്ചു. ഇനി നമുക്കറിയാം 2 സീറ്റിൽ നിന്നാണ് ഇപ്പോൾ ഭരണപക്ഷ നേതൃത്വത്തിലേക്ക്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണപക്ഷത്തേക്ക് BJP വളർന്നത്. അപ്പൊ അവരുടെ ഒരു ബ്രില്യൻസ്, അവരുടെ ഒരു ഏകീകരണം, ഇതൊന്നും അവരുടെ ഒരു നേതൃത്വ പാടവം, ഇതൊന്നും നമുക്ക് വെറുതെ മാറ്റി നിർത്താൻ പറ്റില്ല. ഒരുപക്ഷെ അത് വല്ലാണ്ട് ഭയക്കുന്നുണ്ട് ദേശീയ നേതൃത്വം. കേരളത്തിൽ ഒരു കാലത്തും BJP താമര വിരിയിക്കില്ല എന്നുള്ളിടത്താണ് ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭയിലെ അവരുടെ ചില വോട്ടുകളുടെ ക്രമാതീതമായ ഉയർച്ച.
ഇത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ ഗാന്ധിമാർ കേരളത്തിൽ എത്തുന്നതും ഇനി VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള പെൺവിഷയം മാറ്റി നിർത്തിക്കൊണ്ട് താരപരിവേഷമുള്ള രാഹുലിനെ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട്, കാരണം ഒരുപക്ഷെ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെ ജനവികാരം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടണം എന്നുള്ളൊരു ചിന്തയല്ലേ ഇതിലൂടെ പോകുന്നത്. കേരളം കോൺഗ്രസിന് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ്. നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്ര കൃത്യമായി കോൺഗ്രസിന് വേരോട്ടമില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മറ്റൊരു സംസ്ഥാനത്തും, മഹാരാഷ്ട്രയിലൊക്കെ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു പാർട്ടി, പണ്ടത്തെ ആന്ധ്രാപ്രദേശിലെ 42 ലോക്സഭാ സീറ്റുകളും പലയാവർത്തി തൂത്തുവാരിയ കോൺഗ്രസ്, കർണാടക കോൺഗ്രസിൻ്റെ തേരോട്ടമുണ്ടായിരുന്ന ഒരു കാലഘട്ടം, ഇതൊക്കെ മാറി ഉറപ്പായി കുറേ സീറ്റുകൾ ലഭിക്കുമെന്ന് നിശ്ചയമുള്ള, നിയമസഭയിലേക്ക് കാര്യമായ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി നേതൃത്വത്തിൻ്റെ ശ്രദ്ധ കൂടുതലായി കേരളത്തിലേക്ക് പതിയുന്നു. അങ്ങനെയെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കെട്ടിയതുപോലെ ആവരുത് സ്ഥാനാർത്ഥി നിർണയം. അതുകൊണ്ട് കേരള നേതാക്കൾ തീരുമാനിച്ചോട്ടെ, പക്ഷേ അദൃശ്യമായ ഒരു കരം ഹൈക്കമാൻഡിൻ്റേത് ഉണ്ടാകും. പാരലായി ഇപ്പം കനകോലൂവിനെയൊക്കെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് ആളുകളെ വെച്ചുകൊണ്ട് അഭിപ്രായ രൂപീകരണം, അല്ലാതെ ഹൈക്കമാൻഡിൻ്റെ ചെവിയിൽ ഇവിടുത്തെ ചോട്ടാ നേതാക്കൾ പറയുന്നത് മാത്രമല്ല, പ്രൊഫഷണൽ ഏജൻസികളുടെ സഹായം കൂടി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉപയോഗിക്കാനാവും ഹൈക്കമാൻഡ് തീരുമാനിക്കുക. കാരണം ഇത് കുളമാക്കരുത് എന്ന ചിന്ത ഹൈക്കമാൻഡിന് ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ ഹൈക്കമാൻഡില്ല, കോൺഗ്രസ് ഇല്ല. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൻ്റെ പ്രസക്തി. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചായതുകൊണ്ട് ഒരു ബാധ്യതയാവും എന്ന് കരുതി ആദ്യം മാറ്റി നിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മാറ്റി നിർത്തിയതൊരു അതീവ ബാധ്യതയാകുന്നു എന്ന ചിന്തയിലേക്ക് ഒരുപാട് കോൺഗ്രസ്സുകാരല്ലാത്ത നിഷ്പക്ഷരും തിരിയുന്നു. ഇത് കാണാതിരിക്കാനാവില്ല. ഇത് ഹൈക്കമാൻഡിൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വലിയ ഒരു ഇതിഹാസ പുരുഷന്റെ ഒരു രൂപമാണ് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ ആൾ ഇത്രയും വലിയ ജനകീയ പിന്തുണ ലഭിക്കുന്നത് ഒരുപക്ഷെ ഹൈക്കമാൻഡിനെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ ധൈര്യപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിലെ മുന്നിൽ നിർത്താൻ ഇന്നത്തെ നിലയിൽ കഴിയില്ല. കാരണം ഇനി വരാനിരിക്കുന്ന, ഇപ്പം അളയിൽ നിന്ന് പുറത്തു വരുന്നത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഏറെ ഉണ്ടാവും അളയിൽ. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, കാര്യത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളോ കൂടുതൽ യഥാർത്ഥത്തിലുള്ളതോ വ്യാജമോ ആയ പരാതികൾ വന്നേക്കാം. അത് ഡിഫെൻഡ് ചെയ്യാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സോഫ്റ്റ് പെഡലിംഗ്, രാഹുലിനെ പൂർണ്ണമായി പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ട, എന്നാൽ രാഹുലിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനാവില്ല. ആ ഒരു പരുവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഒരു സമ്മതം എടുത്തുകൊണ്ട് ഫലപ്രദമായി ഒരു ഫയർ ഫൈറ്റിംഗ് എന്ന മോഡിലേക്ക് കോൺഗ്രസ് തിരിഞ്ഞു എന്നതാണ് ഏറ്റവും വൈകി കിട്ടുന്ന ചില സൂചനകൾ. ഒരുപക്ഷെ അത് പിണറായി സർക്കാർ സാധിച്ചു, രാഹുലിനെ പോലുള്ള യുവ നേതാക്കളെ മാറ്റി നിർത്തുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രാഹുലിന്റെ വാക്ചാതുര്യം ഒരുപക്ഷെ മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ പിണറായി വിജയൻ സാധിച്ചു എന്നുള്ളതിന്റെ ഒരു ഇതല്ലേ. CPM ആദ്യം ലഭിച്ച ഒരു മേൽക്കൈ, അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ എല്ലാവരും കോൺഗ്രസിന് അത് വലിയ ബാധ്യതയാകും, അതുകൊണ്ട് ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ സാധ്യതകൾ, UDF സാധ്യതകൾ എഴുതിത്തള്ളാം, ആ നിലപാടിൽ നിന്നും മാറി. ഇതിനൊക്കെ ഒരു ഷെൽഫ് ലൈഫ് ഉണ്ടല്ലോ, ഏത് വിഷയത്തിനും ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പെൺവിഷയങ്ങൾ ഊതിപ്പെരുപ്പിച്ച് അവസാനം വരെ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയും പിണറായി വിജയനെതിരെ സ്വപ്നയും ഒക്കെ അവസാനം വരെ ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ച് നിർത്തിയ ഒരു വിഷയം എത്ര കാലം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനാവും? ഇനി 7-8 മാസം കഴിഞ്ഞ് നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരേ ഇൻറ്റൻസിറ്റിയിൽ ഇത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഇടതുപക്ഷത്തിനും അറിയാം. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ നയം മാറ്റുന്നു, ഭാഗികമായിട്ടെങ്കിലും നയം മാറ്റുന്നു. കളങ്കിതരായ ആളുകളെ ഒരു പരിധിവരെ മാറ്റി നിർത്തുന്നു. പൂർണ്ണമായി അവരെ തള്ളിക്കളയാനും തയ്യാറല്ല. കാരണം അവരോടൊപ്പമാണ് വലിയ തോതിൽ ജനമനസ്സ്. എന്നാൽ ഇനി വരാനിരിക്കുന്ന സൂചനകളും ഇനി കേസുണ്ടെങ്കിൽ കേസിൻ്റെ നാൾവഴികളും നോക്കിയതിനു ശേഷം അന്തിമമായ തീരുമാനമെടുക്കാം.
എന്ന് പറഞ്ഞുകൊണ്ട് കീപ്പിംഗ് ഇറ്റ് ഇൻ അബയൻസ്, ഇതാവും ഒരുപക്ഷെ നയം. കാര്യം കൂടിയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പകരമായിട്ട് നിലവിൽ ആരെയും തന്നെ തെരഞ്ഞെടുത്തില്ല. ഈ ഒരാഴ്ചക്കകത്ത് ഇപ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്ന ഒരാഴ്ചക്കകത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നുള്ളത്. ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ വി.ഡി. സതീശൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഒരു കാലത്ത് നമുക്കറിയാം വലിയ സജീവമൊന്നും ആയിരുന്നില്ല. DYFI അന്ന് വലിയ രീതിയിലുള്ള സമര പരിപാടികളൊക്കെ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു തണുത്ത രീതിയാണ് പലപ്പോഴും സാധിച്ചിരുന്നത്. കേസ് പിന്നെയും ഉണ്ടായിരുന്നു, പക്ഷേ യൂത്ത് കോൺഗ്രസ് ഭയങ്കര തണുത്ത രീതിയിലായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിച്ച ഷാഫി, രാഹുലിന്റെ ഒരു അബിൻ വർക്കി തുടങ്ങിയവരുടെ ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ അതിനുശേഷം കണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വല്ലാത്ത സമര പോരാട്ടം നമ്മൾ കണ്ടു. ഒരുപക്ഷെ പിണറായി സർക്കാരിനെതിരെ ഒരു വല്ലാത്ത പോരാട്ടം പല വിഷയങ്ങളിൽ എടുത്തിട്ടുകൊണ്ട് ഒരു സമര രീതി, ജലപീരങ്കിയിൽ പോലും നെഞ്ചു വിരിച്ച് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെ യൂത്ത് കോൺഗ്രസിലെ പല പ്രവർത്തകരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിന് എതിരെ നിൽക്കുമ്പോഴും നമ്മൾ മറച്ചു വെക്കപ്പെടാത്ത ഒരു കാര്യമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ശൂന്യത, രാഹുലിന്റെ ഒരു ശൂന്യത, ഒരഭാവം. അതിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പാടെ തണുത്ത ഒരവസ്ഥയാണ്. അതിനെ വീണ്ടും ഒന്ന് പുനർജീവിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു അധ്യക്ഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അധ്യക്ഷ ആവശ്യമുണ്ട്. ചില ആദ്യവൃത്തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇതനുസരിച്ച് അവിടെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കി, ഈ പറഞ്ഞിട്ടുള്ള അഭിലാഷ്, ഇങ്ങനെ നിരവധി പേരുടെ പേരുകൾ, ബിനു ഇത്തരത്തിലുള്ള പേരുകൾ ചൂണ്ടുന്നെങ്കിലും ഒരു പെണ്ണ്, ഒരു സ്ത്രീ എന്തുകൊണ്ട് കടന്നു വന്നുകൂടാ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അണ്ടർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അഡ്രിനാലിൻ ഇഫക്റ്റ് കിട്ടിയ മാതിരിയാണ് പോയത്. കഴിഞ്ഞൊരു വർഷത്തെ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങൾ പലപ്പോഴും ഈ പങ്കാളിത്തം കുറവാണെങ്കിലും പോരാട്ട വീര്യത്തിൽ ഒട്ടും കുറവില്ലാത്ത, അത്ര പരിചിതമല്ലാത്തൊരു യൂത്ത് കോൺഗ്രസിനെ നമ്മൾ സമീപ ഭൂതകാലത്ത് കണ്ടു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നു കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ പ്രഭാവം വീണ്ടും ഒളിമങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായൊരു രാഹുൽ ടച്ച്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് ഉണ്ട്. രാഹുൽ അനുഭാവികൾ പറയുന്ന രാഹുൽ തിരിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം, അതെന്തായാലും സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. സാധ്യമാവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരാളെ നിർത്തിക്കൊണ്ട് രാഹുലിന്റെ ഒരു നേതൃത്വം അവിടെ വരാൻ സാധ്യതയുണ്ട്. രാഹുൽ നിയന്ത്രിക്കുന്ന, അല്ലെ രാഹുലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു യൂത്ത് കോൺഗ്രസ് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ ഒരു വൈഭവം, അങ്ങനെ ഒരു പവർ സെന്റർ യൂത്ത് കോൺഗ്രസിനുള്ളിൽ വരുന്നത് ആ മൊത്തത്തിലുള്ള സമവാക്യങ്ങളിൽ എത്രത്തോളം ഫിറ്റ് ചെയ്യുമെന്നറിയില്ല. ഈ ഒരു വിഷയം വന്നതുകൊണ്ട് ഒരു സ്ത്രീയെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അരിത ബാബുവിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു. ബിനുവിന്റെ പേര് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു കേൾക്കുന്നു. അബിൻ വർക്കി സ്വാഭാവികമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ഏറ്റവും അധികം വോട്ട് നേടിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രണ്ടാമത്തെ വലിയ നമ്പർ കിട്ടിയ ആള് സ്വാഭാവികമായി അടുത്ത ജനറൽ സെക്രട്ടറിയായി മാറുന്നു. അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഭരണഘടനാപരമായി യൂത്ത് കോൺഗ്രസിന്റെ ബൈലോ അനുസരിച്ച് അനുവദനീയമല്ല എങ്കിൽ പോലും ഒരു പ്രായോഗിക ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ പക്ഷേ ഇതിനകത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയും അബിൻ വർക്കി ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയുമാണ്. വീണ്ടും ഒരു ക്രിസ്ത്യൻ, KSU, യൂത്ത് കോൺഗ്രസ് ആൻഡ് കോൺഗ്രസ്, 3 ക്രിസ്ത്യാനികളെ വെച്ചുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവുമോ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാതെ കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല. എന്തുകൊണ്ട് ഈ ആശയക്കുഴപ്പം? ഇത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. യൂത്ത് കോൺഗ്രസിനെ നിങ്ങൾക്കൊരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ എന്തിന് ഇത്രയധികം ആലോചിക്കേണ്ടതുണ്ട്? ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും അവിടെ കൺഫ്യൂഷനാണ്, യൂത്ത് കോൺഗ്രസിനുള്ളിൽ കൺഫ്യൂഷനാണ്. അവിടെയാണ് രാഹുൽ ഉയർത്തുന്ന ചോദ്യമാണ്. അതൊരു വലിയ വാക്യൂമാണ്. രാഹുലിൻ്റെ തിരോധാനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ അഭാവം യൂത്ത് കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിലും സൃഷ്ടിച്ച ശൂന്യത, അതിൻ്റെ വില, അതിൻ്റെ വലിപ്പം കോൺഗ്രസ് തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ്റെ പ്രസ്താവനയുടെ പൊരുൾ. ഇപ്പോൾ അരിത ബാബുവിനെ നിർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയാം, ഒരു കാലത്ത് പാൽക്കാരി എന്ന് വരെ വിളിച്ച് വിമർശിച്ച, ഇപ്പോഴും അവർ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവർ ഇപ്പോഴും പശുവിനെയൊക്കെ വളർത്തി തൻ്റെ ജോലിയൊക്കെ ചെയ്ത് വളരെ സാധുവായ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ എന്തുകൊണ്ട് വന്നുകൂടാ? കാരണം ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് അതിലൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ, അതിലെ സ്ത്രീകൾ തന്നെ രാഹുലിനെതിരായിട്ട് തിരിഞ്ഞവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടൊരു സ്ത്രീപക്ഷം യൂത്ത് കോൺഗ്രസിന്റെ ഒരു മുഖമുദ്രയായിട്ട് അല്ലെങ്കിൽ ഒരു മുഖമായിട്ട് വന്നുകൂടാ എന്നൊരു ചോദ്യം വരുമ്പോൾ ആ ഒരു പേര് നല്ലതല്ലേ? രമ്യ ഹരിദാസും അരിത ബാബുവുമെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നും സ്വന്തം അധ്വാനം കൊണ്ട് കടന്നു വന്ന്
യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ വരികയും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ച് ഹരിതാബാബു നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. രമ്യ ഹരിദാസ് മത്സരിച്ച് ആദ്യം വിജയിക്കുകയും 2019 വിജയിക്കുകയും 2024 പരാജയപ്പെടുകയും ചെയ്തു. വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് CPM-നോട് 11,000 വോട്ടിന് പരാജയപ്പെട്ടു. അപ്പോൾ ചേലക്കര അവിടെ ഈ രണ്ടു പേരും കോൺഗ്രസിന്റെ യങ് ബ്രിഗേഡ്, യൂത്ത് ബ്രിഗേഡിലെ വനിതാ മുഖങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഹരിത ബാബുവിന്റെ പേര് ഗൗരവമായി പരിഗണിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് സംസാരം. അവിടെ ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ട്, നരേന്ദ്രമോദിക്ക് ലഭിച്ച ഒരു ബ്രാൻഡ് ഇമേജ്. ചായ്വാല എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിക്ക് പ്രയോജനമായി എങ്കിൽ ഹരിത ബാബുവിന് പാൽക്കാരി എന്ന് പറയുന്ന ഇമേജും ഒരു പക്ഷേ പ്രയോജനകരമാകേണ്ടതാണ്. പക്ഷേ ഇത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്. ഇത് സംഘപരിവാറിന്റെ പോലെയുള്ള ചിട്ടയോടുകൂടിയുള്ള ഒരു ചിന്തയൊന്നും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയ്ക്ക് നേതാവാകാനുള്ള ചവിട്ടുപടിയായി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് പറയാനാവില്ല. ഒരുപക്ഷെ VD സതീശന്റെ ഈ പരാമർശങ്ങൾ നമ്മൾ ഈ ചർച്ച കൂടുതൽ നേരത്തേക്ക് ചിലപ്പോൾ നയിച്ചെന്നിരിക്കും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന കഥകളുടെ ഒരു വലിയ കേന്ദ്രം തന്നെയാണ്. നിരവധി കഥകളും നിരവധി ഇത്തരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ സമയം നമുക്ക് അതിക്രമിച്ചിരിക്കുന്നത്. എന്നാൽ അതിന്റെ ആ ഒരു അവസാന ഘട്ടത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷെ മാധ്യമങ്ങളൊക്കെ ചവിട്ടിയരച്ചൂരി ചില മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ചില മാധ്യമങ്ങൾ, രാഹുൽ മാങ്കുട്ടം ഒരു കാലത്തും രാഹുൽ എന്ന വ്യക്തിയുടെ കരിയർ ആണെങ്കിലും വ്യക്തി ജീവിതമാണെങ്കിലും കൊണ്ടുവരരുത്, ഇഞ്ചിഞ്ചായി കൊന്നു കുഴിച്ചു മൂടിയ ചില മാധ്യമങ്ങളുടെ മുന്നിലേക്കാണ് VD സതീശന്റെ ഈ 2-3 വാചകങ്ങൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ രാഹുലിന്റെ ഒരു ഉണർത്ത് വരവ് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയല്ലേ? കായ്ഫലമുള്ള മാവിൽ മാത്രമേ കല്ലെറിയാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ കായ്ഫലം മൂത്ത് മാങ്ങ ഏതാണ്ട് തറ ലെവൽ വരെ മുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പറിച്ചെടുക്കാവുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സേഫ് ബെറ്റ് അല്ല. തീർച്ചയായും കോൺഗ്രസിന് ആ രീതിയിൽ ബാധ്യത അല്ലെങ്കിൽ പോലും രാഹുലിനെ മുന്നിൽ നിർത്തി ഒരു പോരാട്ടം നയിക്കാവുന്ന ഒരു നിലയിലാവില്ല ഒരു പക്ഷേ കോൺഗ്രസ്. അത് പ്രായോഗിക ബുദ്ധി കൊണ്ടാണ്. കാരണം വ്യാജ പരാതികൾ ഉൾപ്പെടെ നിയമപീഠത്തിനെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദുരൂഹത സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ ആത്യന്തികമായി ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു ചിന്ത, ഉടനടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് ഫീൽഡ് ചെയ്യാനോ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനോ കോൺഗ്രസിന് കഴിയും എന്ന് ഇപ്പോൾ കരുതുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്ന സിമ്പതി കോൺഗ്രസിന്റെ മറ്റ് സ്ഥാനാർത്ഥികളിലേക്ക് പോകണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഓണറബിളായി ട്രീറ്റ് ചെയ്യാൻ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഉന്നത നേതൃത്വം തയ്യാറാകുന്നു എന്ന് ജനസാമാന്യത്തിന് വോട്ടർമാർക്ക് തോന്നണം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും സർ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ശൂന്യതയിൽ നിന്നുള്ള ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ KM ഷാജഹാനെ ഇപ്പോൾ നിലവിൽ വേട്ടയാടുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ശൂന്യതയിൽ നിന്നുള്ള ചില പരാതികളും പരാമർശങ്ങളും വിവാദങ്ങളും ഒക്കെ കേരളത്തിൽ പെൺ ബോംബായിട്ട് ഇങ്ങനെ ആളിപ്പടരുമ്പോൾ ചിലത് മറന്നു പോകരുത്. രാഷ്ട്രീയം എന്നത് ഒരു ജനവികാരത്തിൽ ഊന്നിപ്പിടിച്ചത് മാത്രമല്ല, ജനസേവനം കൂടിയാണ് എന്നുള്ളത്. നന്ദി സർ.